പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയും നയനയും കൂടെ നേർക്കുനേർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അനാമിക നയനടുത്ത് പറയുന്നുണ്ട്, നീയും നിൻ്റെ അനിയത്തിയും കാരണമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. നിൻ്റെ അനിയത്തിയുടെ പിറക്കെയാണ് അനി നടക്കുന്നത്, നിൻ്റെ അനിയത്തിയെയാണ് അനിയെ വലയശി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നീയും നിൻ്റെ വീട്ടുകാരൊക്കെ ചേർന്നാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നത്. നീയും നിൻ്റെ വീട്ടുകാരും എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ നിൻ്റെ അനിയത്തിക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നിൻ്റെ അമ്മയും അങ്ങനെ ആയിരിക്കും വളർന്നത്, അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ നയനെ അടുത്ത് ഭയങ്കരമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നയനെ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സംസാരം നിർത്തിയില്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുമെന്ന് പറയും. അപ്പം അനാമിക പറയും, എന്താ എന്നെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്, എന്താണെന്ന് വെച്ചാൽ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ദേവ്യാനി ആണെങ്കിലും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്തോ ഇവിടെ സംസാരവും കാര്യങ്ങളും, മുകളിൽ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങ് മുകളിൽ വരെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയും, ഓ എൻ്റെ സംസാരം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ, നിങ്ങളെ മരുമോളെ സംസാരങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ ഒച്ചയായിട്ടൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക, എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട്, എന്തായാലും നയന ഒരു കാര്യങ്ങളില്ലാതെ നയന എന്തായാലും പ്രശ്നം ഉണ്ടാക്കാനൊന്നും വരത്തില്ല, ഇനി എന്താ കാര്യം എന്നൊക്കെ പറയാൻ വേണ്ടി ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയുന്നുണ്ട് നയൻ്റെ അടുത്തൊക്കെ, നീ ഇവിടെ വന്ന് കയറിയ സമയത്ത് നിനക്കൊന്നൊരു പട്ടിയുടെ വില പോലും നിൻ്റെ അമ്മായിയമ്മയൊന്നും നിനക്ക് തന്നിട്ടില്ലല്ലോ, അന്നൊക്കെ എന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, ഇപ്പം നീയും നിൻ്റെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് അതൊക്കെ മാറ്റിയെടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മരുമകൾക്കൊരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റാതായി പോയതായിരുന്നു, അല്ലാതെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മരുമോളെ കണക്ക് ഒരു മരുമോളെ ആർക്കും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം നിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതായി പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങനെ അനാമിക അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ദേവയാനി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെയും അനിയുടെയും ജീവിതം കുളവാക്കുന്നത് ഇവളെ അനിയത്തിയും ചേർന്നാണ്, ഇനി അനിയത്തി ഇനി വേറെ എന്തെങ്കിലും പേര് കേൾപ്പിക്കുമെന്നും അറിയത്തില്ല, കാര്യം വെച്ചാൽ ആദർശേട്ടന് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നല്ലോ, അപ്പം അതെല്ലാം അംഗീകരിച്ചില്ലേ ഇവള്, അപ്പോൾ ഇനി അനിയത്തിക്കും അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എൻ്റെ നന്ദുവിന് എന്തായാലും അങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല, കാര്യം വെച്ചാൽ എൻ്റെ നന്ദു അങ്ങനെ വളർന്നൊരു കുട്ടിയല്ല, അവളെ നല്ല മര്യാദയ്ക്ക് വളർന്നതെന്നൊക്കെ പറയുകയാണ്. അനാമിക പറയുന്നുണ്ടോ, അങ്ങനെ നല്ലതുപോലെ വളർന്നത് കൊണ്ടാണല്ലോ പിന്നെ എൻ്റെ ഭർത്താവും അവളും അമ്പലത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ അവളെക്കുറിച്ച് കൂടുതലൊന്നും പാടി പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊക്കെ മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതുകൊണ്ടാണല്ലോ ആദർശേട്ടന് കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചുണ്ടായെന്ന് അറിഞ്ഞിട്ടും അതെല്ലാം നിങ്ങൾ അംഗീകരിച്ച് നിങ്ങളിരിക്കുന്നത്, അപ്പം നിങ്ങളും അതുപോലെ നടക്കുന്നൊരു സ്ത്രീ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ദേവയാനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി പിടിച്ച് അനാമികയെ തള്ളിയിട്ട് ചോദിക്കും, നീ എന്തുപടി എൻ്റെ മരുമോളെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ദേവയാനി നല്ല രീതിയിൽ നമ്മൾ അനാമിക എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലെ എൻ്റെ മരുമോളെക്കുറിച്ച് നീ എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഈ തറവാട്ടിൽ നിന്ന് എങ്ങനെ പുറത്താക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരുമാതിരി നാണം കെട്ട് ചമ്മി നിന്ന് കണക്ക് തലയും കുനിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കനുകളൊന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ.